നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഇതുവരെ ആർ സി കാർ ഓടിച്ചിട്ടില്ല, എനിക്കൊരു ആർ സി കാർ വാങ്ങിക്കണമെന്നുണ്ട്, ഏതാണ് വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, പറഞ്ഞുതരാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് OB ഗ്രേഡ് ആർ സി കാറുകളെ കുറിച്ചല്ല കേട്ടോ, ടോയ് ആർ സി കാറുകളെ കുറിച്ചാണ്. അപ്പൊ ഗൈസ്, നിങ്ങളൊരു ആർ സി കാർ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകരിക്കും. നമ്മുടെ ചാനലിൽ നമ്മൾ അൺബോക്സ് ചെയ്തതിൽ 4 ബെസ്റ്റ് ആർ സി കാറുകളാണ് ഗൈസ് ഈ കാണുന്നത്. അതിന്റെ മുന്നേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും 2 വീൽ ഡ്രൈവ് ആർ സി കാർ എന്താണെന്നും 4 വീൽ ഡ്രൈവ് ആർ സി കാർ എന്താണെന്ന് അറിയില്ല. അതറിയാത്തവർക്ക് വേണ്ടി അതെന്താന്ന് ആദ്യം പറഞ്ഞുതരാം. 2 വീൽ ഡ്രൈവ് ആർ സി കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിൽ നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് 2 വീലേ കറങ്ങുള്ളൂ, അതായത് ബാക്കിലെ 2 വീല് മാത്രമേ കറങ്ങുള്ളൂ. എന്നാൽ 4 വീൽ ഡ്രൈവ് ആർ സി കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിൽ നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഫ്രണ്ടിലെ 2 വീലും അതുപോലെ തന്നെ ബാക്കിലെ 2 വീലും കറങ്ങുന്നതാണ്. ഈ കാണുന്ന 4 ആർ സി കാറുകളും 4 വീൽ ഡ്രൈവ് ആർ സി കാറുകളാണ്. നിങ്ങൾ 2 വീൽ ഡ്രൈവ് ആർ സി കാറാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മണ്ണിലൂടെ ഓടിക്കാൻ പറ്റും. പക്ഷെ വലിയ വലിയ കല്ലുകളൊക്കെ വരുന്ന ടൈമിൽ അതിന് മുകളിൽ കൂടെ അവൻ കയറൂല. പക്ഷെ നിങ്ങൾക്ക് അവനെ വീടിന്റെ ഉള്ളിൽ ഓടിക്കുക, അതുപോലെ തന്നെ നമ്മളെ കോൺക്രീറ്റിന്റെ മുകളിൽ കൂടെ ഓടിക്കുക, ടാർ ഇട്ട് റോഡിന്റെ മുകളിൽ കൂടെ ഓടിക്കുക. പക്ഷെ നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ട് മണ്ണിൽ കൂടെ സ്പീഡിൽ പോകാനും അതുപോലെ തന്നെ വലിയ വലിയ കല്ലിന്റെ മുകളിൽ കൂടെ കയറണമെങ്കിൽ 4 വീൽ ഡ്രൈവ് ആർ സി കാർ വാങ്ങിക്കുക തന്നെ വേണം. ആദ്യം നമുക്ക് ഈ കാണുന്ന 2 ആർ സി കാറുകളെ കുറിച്ച് പറയാം ഗൈസ്. ലുക്ക് വൈസും പെർഫോമൻസ് വൈസും വേറെ ലെവലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിച്ചൊരു ആർ സി കാർ ബ്രാൻഡാണ് നമ്മുടെ റോക്ക് റോഡ്. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ കേരളത്തിലെ പിള്ളേർക്കിടയിൽ ഒരുപാട് ഫാൻസ് എല്ലാം മുതലായിട്ട് നമ്മുടെ റോക്ക് റോഡ്. പിന്നെ ഗൈസ്, നമ്മുടെ ഈ കാണുന്ന റിമോട്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ OB ഗ്രേഡ് ആർ സി കാർ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ ഒരു സിമിലാരിറ്റിയുള്ള റിമോട്ടാണ്. ഭയങ്കര പ്രീമിയം ഫീൽ ഗൈസ് നമുക്ക് ഇത് പിടിക്കുന്ന സമയത്ത്. ഗൈസ്, ഞാനിപ്പോ പറഞ്ഞതിന്റെ പോസിറ്റീവ് സൈഡാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗൈസ് ഇതിന്റെ നെഗറ്റീവ് സൈഡാണ്. നമ്മുടെ ആർ സി കാറിന്റെ മെയിൻ പ്രശ്നം ഗൈസ് പ്ലെയിൻ ടൈം ആണ്. അതായത് 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഗൈസ് നമ്മുടെ ആർ സി കാർ ഓടിക്കാൻ സമയം കിട്ടുള്ളൂ ഗൈസ്. അത് വളരെ കുറവാണ്. നമ്മുടെ ആർ സി കാർ ഒന്ന് ഓടിച്ചൊന്നൊരു മൂടായി വരുമ്പോഴാണ് ഗൈസ് ചാർജ് ചെയ്യുക. അതിക്ക് ഭയങ്കരമായിട്ട് ഒരു തോന്നിയ കാര്യമാണ് ഗൈസ് ചാർജിങ് പ്ലെയിൻ ടൈം വളരെ കുറവായിട്ട്. പിന്നെ ഗൈസ് മെയിൻ കാര്യം ഇതൊന്നല്ല, ഈ കാണുന്ന ആർ സി കാർ ഉണ്ടാക്കി ഗൈസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആർ സി കാറാണ്. എന്തിനാണ് ഗൈസ് ഇവന്മാർ ഈ കാണുന്ന സംഭവം ഓരോ പ്രാവശ്യം സ്ക്രൂ ഊരി ഈ കാണുന്ന ബാറ്ററി എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിച്ച് ചാർജ് ആക്കിയിട്ട് രണ്ടാമത് കൊണ്ടുപോയി കുത്തിയേക്കണം. അതിന് പകരം ഗൈസ് ഇതിലൊരു USB-C ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മൊബൈലിന്റെ ചാർജർ ഉപയോഗിച്ച് സുഖമായി കുത്തിവെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചാർജ് കയറ്റിയിട്ട് സുഖമായി ഓടിച്ച് കളിക്കാം. ഗൈസ്, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ റോക്ക് റോളറിന്റെ തന്നെ ക്ലൈംബർ ആണ്. ഇവനെ ക്ലൈംബർ എന്ന് വിളിക്കാൻ കാരണം ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗൈസ്, നമ്മുടെ മറ്റ് ആർ സി കാറൊക്കെ നമ്മുടെ റിമോട്ടിലെ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റിമോട്ടിലെ ആക്സിലേഷൻ കൊടുത്ത ശേഷം കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകും. പക്ഷെ ഇവ അങ്ങനെയല്ല ഗൈസ്. ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിലെ ആക്സിലേഷൻ കൊടുത്ത സെക്കൻഡ് മാത്രം മുമ്പോട്ട് പോകുള്ളൂ. അതിന്റെ ഒരു അടി പോയി കേസ് മുമ്പോട്ട് പോകില്ല. അതായത് നമ്മൾ കുത്തനെ കയറ്റം അതുപോലെ കല്ലിന്റെ മുകളിലൂടെ കയറുക, അതിലൊക്കെ ഇവൻ ഭയങ്കരമായിട്ട് ഗ്രിപ്പ് ചെയ്ത് കയറുന്ന ഒരു മുതലാട്ട് ഇവൻ. ലുക്ക് വൈസും പെർഫോമൻസ് വൈസും ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർ സി കാറാണ് നമ്മുടെ റോക്ക് ക്ലൈംബർ. ഇവന്റെയും ഗൈസ് നമ്മളെ കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെയാണ് 20 to 30 മിനിറ്റ് ആണ് നമുക്ക് പ്ലെയിൻ ടൈം കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന ബാറ്ററി ഊരി കൊണ്ടുപോയി കുത്തിവെച്ച് രണ്ടാമതിൽ കൊണ്ടുപോയി കുത്തിവെച്ചാലാണ് ഗൈസ് ഇവൻ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഗൈസ്, നമ്മുടെ ചാനലിൽ നമ്മൾ അൺബോക്സ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആർ സി കാറാണ് നമ്മുടെ മിറാൻഡസ്റ്റർ. നമ്മുടെ സബ്സ്ക്രൈബറാണ് ഗൈസ് ഈ ആർ സി കാറിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുവരെ ഗൈസ് ഇവനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവനെ ഗൈസ് നമ്മൾ മേടിക്കാൻ പോയ സമയത്താണ് ഗൈസ് ഞാൻ അറിഞ്ഞത് ഇവൻ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ആർ സി കാറാണ്. ശരിക്കും ഗൈസ് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ആർ സി കാർ തന്നെ ഗൈസ് ഇവനെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കൈക്ക് ഒതുങ്ങിയ റിമോട്ടാണ് ഗൈസ്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് ഗൈസ് വേറെ ലെവലാണ്. ഞാൻ ഇവനെ വാങ്ങിച്ചത് 2000 രൂപയ്ക്കാണ് ഗൈസ്. എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുമല്ല ഗൈസ്, നമ്മുടെ കഴിഞ്ഞ ആർ സി കാർ ഗൈസ് നമ്മളെ ചാർജ് കുത്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഗൈസ് USB-C ടൈപ്പ് ചാർജിങ് പോർട്ടാ കൊടുത്തുള്ളൂ. അതായത് ഇതിൽ ചാർജ് കുത്തിച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ കത്തും, അതായത് ലൈറ്റ് കത്തും ചാർജ് കയറുന്നതിന്. അതുപോലെ തന്നെ ചാർജ് ഫുൾ ആയാലും ഗൈസ് ഇവന്റെ ലൈറ്റ് കത്തും. അതായത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഫോണിന്റെ ചാർജ് കുത്തിയിട്ട് തന്നെ സുഖമായി കുത്തിവെക്കാം. അത് മാത്രമല്ല ഗൈസ്, നമ്മുടെ കഴിഞ്ഞ ആർ സി കാറൊക്കെ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ചാർജ് കുത്തിച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ടൈം കിട്ടിയിരുന്നു. പക്ഷെ ഇവ അങ്ങനെയല്ല ഗൈസ്. ഇവനെ നമുക്ക് ചാർജ് കുത്തിച്ച് കഴിഞ്ഞാൽ 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഗൈസ് ഇവൻ നമുക്ക് ഓടിക്കാട്ടാ. ഈ 4 ആർ സി കാറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണ് ഗൈസ് താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടാ. അപ്പൊ ഗൈസ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തത് അഹമ്മദ് ബിലാൽ, അവിൻ, ആദിൻ ഷിഞ്ചു, നാഫിൽ, സൂരജ്, ജഗൻ, അനന്തു, അഞ്ജൻ ശ്രീ, ആദിദേവ്, ഫരീദ്.
ഗൈസ് അപ്പൊ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.